നെക്സ്റ്റ് ടോപ്പിക്ക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ലൈറ്റ് ഡസ്റ്റ് അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ മോളിക്യൂൾസിലൊക്കെ തട്ടിയിട്ട് ലൈറ്റ് സ്കാറ്റേഡ് ആവും. ലൈറ്റിന് സ്കാറ്ററിങ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് അറിയാം അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ ലൈറ്റ് സ്കാറ്റേഡ് ആവുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടുള്ളത് റിലേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറയണത് എന്താണെന്ന് പറഞ്ഞാൽ സ്കാറ്റേഡ് ആവുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഫോർത്ത് പവറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. മനസ്സിലായോ? ഇതാണ് റിലേ സ്കാറ്ററിംഗ് ലോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു റിലേ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അതാണ് റിലേ സ്കാറ്ററിംഗ് ലോ. ഒന്നുകൂടെ പറയാം. റിലേ പറയണത് എന്താണെന്ന് വെച്ചാൽ അതായത് സ്കാറ്റേഡ് ആവുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ റേസ് ടു 4. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ലാംഡ റേസ് ടു 4 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് സ്കാറ്റേഡ് ആവുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ് റിലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിൻ്റെ എല്ലാ നോട്ട്സും ഇവിടെ ഉണ്ട്, നിങ്ങൾ അത് തന്നെ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, സ്കാറ്ററിങ് എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതെന്താണ്? അതായത് സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അത് ഇറഗുലർ റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റ് ഫ്രം സ്മോളർ പാർട്ടിക്കിൾസ് ലൈക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അതുപോലുള്ള സ്മോളർ പാർട്ടിക്കിൾസിലൊക്കെ തട്ടിയിട്ട് അവിടെ നിന്ന് വരുന്ന ഒരു ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റാണ് സ്കാറ്ററിങ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ സ്കാറ്ററിങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനോമിനാസ് ലൈക്ക് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, അതുപോലെ തന്നെ ബ്ലൂ കളർ ഓഫ് ദി ഓഷ്യൻ, റെഡ് കളർ ഓഫ് ദ സൺ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് എക്സെട്ര. ഓക്കെ, ഈ ഫിനോമിനാസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ സ്കാറ്ററിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കാറ്ററിങ് എന്ന് പറയുന്ന ഫിനോമിനനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ റിലേ സ്കാറ്ററിംഗ് ലോയാണ്. അദ്ദേഹം പറയണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ I പ്രൊപ്പോർഷണൽ ടു 1/λ റേസ് ടു 4. ഇവിടെ അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി ചേർത്താൽ മതി. ഓക്കെ, I പ്രൊപ്പോർഷണൽ, എന്താ? ക്യാപിറ്റൽ I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്. മനസ്സിലായോ? പ്രൊപ്പോർഷണൽ സൈൻ ഇടുക. പിന്നെ 1/λ റേസ് ടു 4. ലാംഡ എന്താ? വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതി വയ്ക്കാം. ഈ പറയുന്ന മൂന്നാമത്തെ സെൻറ്റൻസിനെ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതാം. I പ്രൊപ്പോർഷണൽ ടു 1/λ റേസ് ടു 4. I സൈൻ ഇട്ടിട്ട് പ്രൊപ്പോർഷണൽ സൈൻ ഇട്ടിട്ട് 1/λ റേസ് ടു 4. ഓക്കെ, ഒരു കോളത്തിനകത്ത് ഇടുക കേട്ടോ. പിന്നെ സ്കാറ്ററിംഗ് കപ്പാസിറ്റി ഏത് ടൈപ്പ് ഓഫ് വേവ് ലെങ്ത് ഉള്ള റേസിനായിരിക്കും? മോർ, അതുപോലെ തന്നെ ലെസ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സ്കാറ്ററിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഡിസ്പേഴ്സ് ആവുക അല്ലെങ്കിൽ അത് തട്ടി മോളിക്യൂൾസിലോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിലോ തട്ടി സ്കാറ്റേഡ് ആവുന്നതിനാണ് സ്കാറ്ററിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് വേവ് ലെങ്ത് കുറവുള്ള റേസിനാണ്. ലോവർ വേവ് ലെങ്ത് ഉള്ള റേസിനായിരിക്കും കൂടുതൽ സ്കാറ്ററിംഗ് കപ്പാസിറ്റി, ലൈക്ക് ബ്ലൂ, വയലറ്റ് പോലുള്ള റേസിന്. മനസ്സിലായോ? അതേ സ്ഥാനത്ത് റെഡ്, ഓറഞ്ച് അങ്ങനെയുള്ള റെഡിഷ് കളർ വരുന്ന റേസിനെല്ലാം കൂടുതൽ വേവ് ലെങ്ത് ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സ്കാറ്ററിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും, ലെസ് സ്കാറ്ററിംഗ് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാച്ചുറൽ ഫിനോമിന ഡ്യൂ ടു സൺലൈറ്റ്, നമ്മൾ പറഞ്ഞു ബ്ലൂ കളർ ഓഫ് ദ സ്കൈയും ഓഷ്യനും എല്ലാം ഇതേ റീസൺ തന്നെയാണ്. കാരണം ഈ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എന്ന് പറയുമ്പോൾ നട്ടുച്ച വെയിലത്തൊക്കെയാണ് ബ്ലൂ കളർ കാണുക. ആ സമയത്ത് ഷോർട്ടർ ഡിസ്റ്റൻസേ സൺലൈറ്റിന് പാസ് ചെയ്യേണ്ടതുള്ളൂ കമ്പാരിറ്റീവ്ലി. മനസ്സിലായി? അപ്പോൾ ആ ഷോർട്ടർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കുറവ് മതി. അപ്പോൾ ബ്ലൂ കളറും അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറെല്ലാം അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിലും മോളിക്യൂൾസിലൊക്കെ തട്ടി സ്കാറ്റേഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ബ്ലൂ കളറായിട്ട് കാണും. അതേ സ്ഥാനത്ത് ഈ സൺസെറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സൺറൈസിൻ്റെ സമയത്തൊക്കെ സൺലൈറ്റിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും.
അപ്പോൾ എന്താണ് ഈ സ്കാറ്ററിങ് കപ്പാസിറ്റി കൂടിയ കളേഴ്സ് ആയിട്ടുള്ള ബ്ലൂയിഷ് കളേഴ്സ് എല്ലാം സ്കാറ്റേഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സ്കാറ്റർ ചെയ്ത് അത് ഇല്ലാതെയായി പോവും. ബാക്കി റിമൈനിങ് വരുന്ന വേവ് ലെങ്ത് കൂടിയ റെഡിഷ് കളേഴ്സ് മാത്രമേ എവിടേക്ക് സ്പ്രെഡ് ചെയ്ത് വരുള്ളൂ, ഭൂമിയുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് എത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായിട്ട് തോന്നും, സൺസെറ്റിൻ്റെ സമയത്തും സൺറൈസിൻ്റെ സമയത്തും കുറേ ദൂരം കൂടുതലാണെന്ന് വെച്ചാൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ റെഡിഷ് ആയിട്ട് നമുക്ക് ഇവിടെ നോക്കുന്ന ഒരാൾക്ക് അപ്പിയർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്കാറ്ററിങ്ങിൻ്റെ പോയിൻറ്റ്സ്. ഇതേപടി നിങ്ങൾ നോട്ടിൽ കോപ്പി ചെയ്താൽ മതി. മനസ്സിലായി? അതുപോലെ തന്നെ സൈസ് ഓഫ് ദ സ്കാറ്ററിങ് ഈസ് ലാർജ് എന്ന് പറയുന്നത് ദെൻ ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത്സ് ആർ സ്കാറ്റേഡ് ഈക്വലി, ഹെൻസ് ക്ലൗഡ് അപ്പിയേഴ്സ് വൈറ്റ്. മനസ്സിലായി? വൈറ്റ് കളറിലുള്ള ക്ലൗഡ്, അതെന്തുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ആയിട്ട് കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈസ് ഓഫ് ദ സ്കാറ്ററർ ഈസ് ലാർജ് ആണ്. ഹെൻസ് ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത് ആർ സ്കാറ്റേഡ് ഈക്വലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ക്ലൗഡ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ക്ലൗഡ് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്കാറ്റർ ചെയ്യുന്ന ഇതിൽ തട്ടിയിട്ടാണോ സ്കാറ്റർ ചെയ്യുന്നത്, അപ്പോൾ അതിൽ തട്ടിയിട്ടാണ് സ്കാറ്റേഡ് ആവുക. അപ്പോൾ അത് വളരെ വലിയ സൈസ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത് റേസും ഈക്വലി സ്കാറ്റേഡ് ആവും. അപ്പോൾ പിന്നെ വേവ് ലെങ്ത് കൂടിയതിനോ അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞതിനോ മോർ കപ്പാസിറ്റി, സ്കാറ്ററിങ് കപ്പാസിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്കാറ്ററിൻ്റെ സൈസ് വളരെ ലാർജ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത്സ് ആർ സ്കാറ്റേഡ് ഈക്വലി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്ലൈഡ് അപ്പിയേഴ്സ് വൈറ്റ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിലേ സ്കാറ്ററിങ് ലോയാണ്. അതെല്ലാവരും പഠിച്ചിരിക്കണം. I പ്രൊപ്പോർഷണൽ ടു 1/λ⁴. പിന്നെ അപ്പോൾ ഇത് പിന്നെ വേണമെങ്കിൽ സൺറൈസിൻ്റെ സമയത്തും സൺസെറ്റിൻ്റെ സമയത്തൊക്കെ സണ്ണ് അപ്പിയേഴ്സ് റെഡ്, അതുപോലെ അല്ലെങ്കിൽ സ്കൈ അപ്പിയേഴ്സ് റെഡ് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ബ്ലൂ കളർ ഓഫ് ദ ഓഷ്യൻ, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ഇതൊക്കെ വേണമെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. വേണമെങ്കിൽ 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് 2 മാർക്സിൻ്റെ ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സ് ക്ലൗഡ് അപ്പിയേഴ്സ് വൈറ്റ്, അതും വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം കാരണം ബേസിക് റീസൺ എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആണ്. ഒറ്റ വാക്കിൽ ഇനി ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ തന്നെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ സ്കാറ്ററിങ് ഓഫ് സൺലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ബ്രീഫായിട്ടുള്ള നോട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ നോട്ടിൽ അതേപടി കോപ്പി ചെയ്യാം. ഓക്കെ.